നഗരിയെ വലം വെക്കാൻ ഇപ്പോൾ തൃശൂർ ജില്ല ഒന്നടങ്കം, അതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം ഒന്നടങ്കം ഇപ്പോൾ ആ സ്വർണ്ണ കപ്പുമായി അവരുടെ കലോത്സവ നഗരിയിലെ പ്രയാണം ആരംഭിക്കുന്ന കാഴ്ച. വലിയ ആവേശം, വലിയ ആഘോഷം, അങ്ങനെ അർമാദത്തോടുകൂടി അവർ വരികയാണ് ഈ കലോത്സവ നഗരിയെ വലം വെക്കാൻ. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയായ MT നിളയ്ക്കു ചുറ്റും അവർ വലിയ ആരവമുണ്ടാക്കി, വലിയ ഓളമുണ്ടാക്കി. 1/4 നൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ ജില്ല ഈ സ്വർണ്ണക്കപ്പുമായി ഈ കലോത്സവ നഗരിയെ വലം വെച്ച് കടന്നു വരുന്നത്. നോക്കുക, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർക്ക് ചുറ്റും നൂറുകണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം ഒന്നടങ്കം തൃശ്ശൂരിന് ജയ് വിളിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു. ആർപ്പോ ഇറോ വിളിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയുടെ കിണക്കുട്ടികൾ അവർ പാലക്കാടിനെയും കണ്ണൂരിനെയും പിന്നിലാക്കി മുന്നേറുന്ന കാഴ്ച. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, മത്സരാർത്ഥികൾ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള അധ്യാപകർ, രക്ഷകർത്താക്കൾ, അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള കാണികൾ എല്ലാവരും തന്നെ ഒരു ആവേശത്തോടെ അങ്ങനെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പൂഴിയിട്ടാൽ കാണില്ല എന്ന് പറയുന്നത് പോലെ തൃശ്ശൂർ പൂരത്തിന് ജനങ്ങൾ ഒഴുകിയെത്തും പോലെ തന്നെയാണ് ആവേശത്തിനെ ഇളക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ര ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കാത്തിരുന്ന് കിട്ടിയ ട്രോഫിയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ആഘോഷമാക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. അതിന്റെ ആവേശം മുഴുവൻ അവരിൽ ഓരോരുത്തരിലും നമുക്ക് കാണാനുണ്ട്. തൃശ്ശൂർക്കാർ പൊതുവെ ഉത്സവവും വേലയും പൂരവും എല്ലാം ആഘോഷ തിമർപ്പിൽ ആറാടുന്നവരാണ് തൃശ്ശൂർ ജില്ലക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ കപ്പ് തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയപ്പോൾ അവർ അതേ ആവേശത്തിലാണ് അതിനെ കൃത്യമായിട്ട് ഈ ഒരു സെൻട്രൽ സ്റ്റേഡിയം മുഴുവൻ ഇങ്ങനെ ആവേശത്തോടു കൂടി അവർ ചുറ്റി നടക്കും, ആർപ്പ് വിളികളോടെ ചുറ്റി നടക്കും. അവരത്ര പുരുഷാരം കണ്ടതാണ്. തൃശ്ശൂർ പൂരക്കാരുടെ മണ്ണാണ് തൃശ്ശൂർ. വലിയ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ മണ്ണിലേക്ക് ഈ കപ്പ് വരുമ്പോൾ അവർ പറയുന്നു, ഇതൊക്കെ എത്ര വലിയ പുരുഷാരം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളാണ് സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയാണ് ഈ കലാകിരീടത്തിന്, ഈ സ്വർണ്ണക്കപ്പിന് യഥാർത്ഥ അവകാശികൾ. അത് ഇത്തവണ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം, 1/4 നൂറ്റാണ്ടിന് ശേഷം ശക്തന്റെ മണ്ണിലേക്ക് ഇതാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ആ സ്വർണ്ണ കപ്പുമായി തൃശ്ശൂരിന്റെ ചുണക്കുട്ടികൾ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വലിയ ആരവം, വലിയ ആവേശം, ഒപ്പം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പോലീസിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ആ സ്വർണ്ണക്കപ്പ്. 117 പവൻ വരുന്ന സ്വർണ്ണക്കപ്പ് അത് ഇപ്പോൾ ഈ കലോത്സവ നഗരിയെ വലം വെച്ചുകൊണ്ടുവരുന്ന കാഴ്ച. വലിയ ആവേശം, ആവേശത്തിന്റെ പരകോടി എന്ന് പറയാം. വലിയ അർമാദം, ആഘോഷം, ആവേശം, ഇതെല്ലാം ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ച. മുഖ്യ അതിഥികളുടെ വാഹനം കടന്നു പോകുന്നതിന് തൊട്ടടുത്തുകൂടി അവർ വലിയ ആരവത്തോടുകൂടി വരുന്ന കാഴ്ച. 24ന്റെ പവലിനെ ലക്ഷ്യമാക്കി ആ ടീമുകൾ വരുമ്പോൾ അവരുടെ ആവേശം അണപൊട്ടിയൊഴുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാ സ്വർണ്ണക്കപ്പ് പിടിക്കാനായിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. പണ്ട് ഇതുപോലെ സ്വർണ്ണക്കപ്പ് പിടിച്ചത് ഒടിഞ്ഞു പോയൊരു ചരിത്രം കൂടി ഉണ്ടല്ലേ സ്മിത? നമ്മളിപ്പോൾ ഓർക്കേണ്ട പ്രവിധ, നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. ഇതാ ആ സ്വർണ്ണക്കപ്പുമായി 117 പവന്റെ സ്വർണ്ണക്കപ്പുമായി ഇതാ തൃശ്ശൂർ ജില്ല കടന്നു വരുന്നു. ഈ കലോത്സവ നഗരിയിലൂടെ കടന്നു വരുന്നു. 4ാം കിരീട നേട്ടമാണിത്. 94, 96, 99 വർഷങ്ങളിലാണ് തൃശ്ശൂർ മുൻപ് ജേതാക്കളായത്.